ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഞാനും ക്യാദറിനും പിള്ളേരും കൂടെ ലൈപ്സിഷ് എന്ന് പറഞ്ഞൊരു സിറ്റിക്ക് പോവാണ്. ഇവിടെ നിന്ന് അടുത്താണ്, ഒരു 2 മണിക്കൂറേ ഉള്ളൂ. ഞാനും ക്യാദറിനും രാവിലെ നീട്ടിട്ട് പോകാമെന്ന് കരുതിയപ്പോൾ മഞ്ഞായിരുന്നു, അപ്പോൾ മടി പിടിച്ചിട്ട് പോണില്ല വെച്ചതാണ്. പിന്നെ എല്ലാവരും കൂടി പോകുമ്പോൾ രസമാണല്ലോ, അപ്പോൾ അങ്ങനെ പോവാച്ചിട്ട് ഇപ്പം ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിന്റർ ബൂട്ട് ആണെങ്കിലും കോട്ടാണെങ്കിലും ഇനി അത്യാവശ്യമുള്ള ഗാഡ്ജറ്റ്സ് ആണെങ്കിലും ഒക്കെ നല്ല ഓഫറിൽ കിട്ടുന്ന ടൈമാണ്. ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതിയിട്ടുമാണ് പോണത്. ട്രാം ഡിലേ ആയതുകൊണ്ട് ട്രെയിനിൻ്റെ പാട്ടിന് പോയി. ഇനിയിപ്പോൾ ഒരു ബസ്സുണ്ട്, അതിന് പോകാമെന്ന് കരുതി. 2 പേര് ട്രെയിൻ കയറിപ്പോയി, ഞങ്ങൾ 3 പേര് ഇവിടെ പെട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗനേത്തെ ബസ് ബാൻ ഓഫ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്. ട്രെയിൻ മിസ്സായപ്പോൾ ഞങ്ങൾ ബസ് പോകാമെന്ന് കരുതി, പക്ഷെ ആ ബസ് ക്യാൻസലാക്കി. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ബസ്സും ട്രെയിനൊക്കെ ക്യാൻസൽ ആക്കുന്നതും ഡിലേ ആവുന്നതൊക്കെ പെട്ടെന്നാണ്. ഇനി അടുത്ത ട്രെയിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ടിഷ്യൂ എടുക്കാൻ മറന്നു. ടിഷ്യൂ ഇവിടെ തണുപ്പായ വേണ്ടൊരു സാധനമാണ്. അപ്പോൾ ടിഷ്യൂ വാങ്ങിക്കാൻ ഇവിടെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ കഴിക്കാനും വാങ്ങിച്ചിട്ട് സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ ടൈഗർ ബാം കണ്ടു കേട്ടോ. അതിന് നാട്ടിലത്തെ ഏകദേശം ഒരു 700 രൂപയുടെ മുകളിലേക്കുണ്ട്. ടൈഗർ ബാം ഇത്ര എക്സ്പെൻസീവ് ആണെന്ന് ഞാൻ ഇതുവരെ കരുതിയിരുന്നില്ല കേട്ടോ. ഇവിടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കാൻ കയ്യിൽ എന്തെങ്കിലും കരുതുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ട്രെയിനോ ബസ്സോ ഒക്കെ എപ്പോഴും ഡിലേ ആവുകയും ചെയ്യും, ക്യാൻസൽ ആവുകയും ചെയ്യും. രാത്രിയൊക്കെയാണ് ക്യാൻസൽ ആവണത് വെച്ചാൽ പിന്നെ മോർണിംഗേ ആണ് ട്രെയിനുള്ളൂ. അപ്പോൾ ഒരു സേഫ് സൈഡിൽ എപ്പോഴും കയ്യിൽ എന്തെങ്കിലും കരുതുക. ഞാൻ മിക്കപ്പോഴും ക്രോസോണ്ട് എന്തെങ്കിലും കയ്യിൽ വാങ്ങിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇവിടെ വെള്ളം വാങ്ങിക്കുമ്പോൾ കാണുന്ന കാര്യമാണ് സ്റ്റിൽ അല്ലെങ്കിൽ മീഡിയം എന്നുള്ളത്. സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ സാധാ മിനറൽ വാട്ടറും, മീഡിയം ആണെങ്കിൽ നമ്മുടെ സോഡ വാട്ടറും ആണ് ഇവിടെ. ഇപ്പോൾ വിന്റർ സീസൺ ആയതുകൊണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞ് ഇതാണ് ഓരോ മരത്തിൻ്റെ അവസ്ഥ. പിന്നെ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും കറക്റ്റ് ട്രെയിൻ വന്നു, അതിൽ കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ലൈപ്സിഷ് എത്താറായപ്പോഴേക്കും സൺസെറ്റ് ആവാറായിരുന്നു കേട്ടോ. കാരണം ഇപ്പം 4:30 ആവുമ്പോൾ സൺസെറ്റ് ആവും. അങ്ങനെ ലൈപ്സിഷ് എത്തി. നേരത്തെ വന്ന 2 പേരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ KFC പോയിട്ട് ഫുഡ് കഴിച്ചു. ക്രിസ്മസ് ഒക്കെ ആവാറായില്ലോ, അപ്പൊ എല്ലാവരുടെയും അതിന്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ചേരം നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ എത്താൻ ലേറ്റ് ആയില്ലോ, അപ്പൊ ഇന്ന് വന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് അറിയില്ല, എന്നാലും പോയി നോക്കാന്ന് കരുതി ഞങ്ങൾ പുറത്തിറങ്ങി. അതിന് ഞങ്ങൾ സാറയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നല്ല ഓഫേഴ്സും കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട് തന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടതിന്റെ സൈസ് കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നത്. എന്നാൽ 2-3 ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റി അവിടുന്ന്. ഞങ്ങളിപ്പോൾ സലാൻഡോ എന്ന് പറഞ്ഞ ഷോപ്പിലേക്ക് പോവാണ്, ജാക്കറ്റും ഷൂസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. സലാൻഡോയിൽ കാര്യമായിട്ട് ഞങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ അവിടെ നിന്ന് അടുത്ത കടയ്ക്ക് പോകാമെന്ന് കരുതി ഇറങ്ങി. ഇനിയിപ്പോൾ ക്രിസ്മസ് ആവാറായില്ലേ, അപ്പോൾ അതിൻ്റെ മാർക്കറ്റൊക്കെ അവരുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ക്രിസ്മസിൻ്റെ ഡെക്കോറൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. അത് അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണേ ഉള്ളൂ. പക്ഷെ എന്നാലും ഓവറോൾ നൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോന്ന് കണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ക്ഷീണോ മടുപ്പോ ഒന്നും തോന്നിയിരുന്നില്ല. തണുപ്പുണ്ട് കേട്ടോ നല്ല. ഇന്നിപ്പോൾ രാവിലെ മഞ്ഞ് പെയ്തിരുന്നു, അതൊക്കെ പിന്നെ ഒരു ഉച്ചയായപ്പോൾ വെയിൽ വന്നപ്പോൾ ഉരുകിപ്പോയി. ഇവിടെ എനിക്ക് തോന്നുന്നു പെയ്തുണ്ടായിരുന്നു എന്ന്. ലൈപ്സിഷ് എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ സിറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചും കൂടി ഹാപ്പനിങ് ആണ്. ഔട്ട്ലെറ്റ്സ് ആണെങ്കിലും സ്റ്റോഴ്സ് ആണെങ്കിലും ഒക്കെ ഇവിടെയാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ സിറ്റിയൊക്കെ കണ്ടു നടന്ന് അടുത്ത് ഞങ്ങൾ പ്രിമാർക്കിക്കാണ് കേട്ടോ പോയത്. ലൈപ്സിഷിലെ പ്രിമാർക്ക് അത്യാവശ്യം വലിയ ഔട്ട്ലെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറേ ടൈം ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യുന്ന ഉറപ്പായിരുന്നു. ഗൈസ്, അങ്ങനെ കുറച്ചൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞു. പ്രിമാർക്കിൽ നിന്ന് ഞാൻ കുറച്ച് വാങ്ങിച്ചു. 8 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ കട, അപ്പോൾ കുറച്ചേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇനി അപ്പോൾ ഒരു തവണ കൂടി വന്നിട്ട് വാങ്ങിക്കണം ബാക്കി സാധനങ്ങൾ. അങ്ങനെ കടകളൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും പുറത്ത് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ സിറ്റി കൂടെ നടക്കുകയാണ്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ മിക്ക കടകളും അടയ്ക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സിറ്റി കൂടെ നടക്കുക എന്നുള്ളത് വേറെ ഓപ്ഷൻ ഇല്ല. ഞങ്ങൾക്കൊരു 9 മണി ആ ടൈമിലാണ് ട്രെയിൻ തിരിച്ച്. ഈ ഒരു ഭാഗത്ത് കൂടെ നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ആ ലൈറ്റ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അവരിതപ്പോൾ അവിടെ പണിയുന്നേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ.
സാധനങ്ങളൊക്കെ വാങ്ങിച്ചിപ്പോൾ സ്റ്റേഷനെത്തി. ഇനിയിപ്പോൾ ട്രെയിൻ വരണവരെ വെയിറ്റ് ചെയ്യണം. ഇന്ന് കുറേ പരിപാടി ചെയ്യണമെന്ന് കരുതിയിരുന്നു. പിന്നെ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയില്ലോ, അപ്പോൾ അധികം കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ ഇനി കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനും ലൈവ് ഫിഷ് കാണാനൊക്കെ ഒന്നുകൂടി വരണം. ഇനിയിപ്പോൾ ട്രെയിന് കയറുക, തിരിച്ച് ചെയ്യാനേക്ക് പോവുക, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും ഉണ്ടായ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.